ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിലയേറിയ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മ സ്നാനത്തേക്ക്, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ജോൺ 14:15-17, യോഹന്നാൻ്റെ സുവിശേഷം 14:15-17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. 16-ാം വാക്യം, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ദൈവമക്കളോട് കൂടെ എന്നേക്കും കൂടെ ഇരിക്കുവാനാണ്. ജീവിതകാലയളവിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആത്മാവ് നമ്മെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. വിവിധ നിലകളിൽ നമ്മളോട് കൂടെ ഇരുന്ന് ദൈവാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിന് പല കാര്യങ്ങളും നാം ചെയ്യേണ്ടതുണ്ട് ഇതിനെ പ്രാപിക്കുവാൻ. 26-ാമത്തെ വാക്യങ്ങൾ, ആ കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും മറന്നുപോയ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. വിൽ ലീഡ് യു ആൻഡ് വിൽ റിമൈൻഡ് യു. അടുത്തതായിട്ട്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ അവൻ്റെ വചനം പ്രമാണിക്കുന്നില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട്. വചനം പ്രമാണിക്കുന്നവൻ അവനെ സ്നേഹിക്കുന്നു എന്നും നാം കേട്ടുകഴിഞ്ഞു. അപ്പോൾ നമുക്ക് വചനം പ്രമാണിക്കുവാൻ ഒരു പ്രേരണ നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. വചനം കേൾക്കുവാനുള്ള താല്പര്യം, അനുസരിക്കുവാനുള്ള താല്പര്യം, വളരെ ആത്മീകമായി വളരുവാനുള്ള താല്പര്യം, പ്രവർത്തിപ്പാനുള്ള താല്പര്യങ്ങളെല്ലാം നൽകുന്ന പരിശുദ്ധാത്മാവാണ്. ഹൂ ഈസ് ദ ഹോളിസ് പവർഫുൾ പേഴ്സണാലിറ്റി, അത്യന്ത ശക്തിയോടുകൂടി ആളത്വം, ശക്തിയോടുകൂടിയുള്ളൊരു വ്യക്തിയാണ്. വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് വർക്ക്സ് ഇൻ സാൽവേഷൻ, ഇറ്റ് എൻഡ്യൂസ്, രക്ഷിക്കപ്പെടുവാൻ നമുക്ക് പ്രേരണ നൽകുന്നു. ഇത് അഭിഷേകമല്ല, അഭിഷേകത്തിനായി നാം കാത്തിരുന്ന് അത് പ്രാപിക്കുന്ന ഒരു പുതിയ അളവാണ്. അതിന് ഇമ്മേർഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയും. കണ്ടീഷൻ ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ആക്ട്സ് 8:12-17, ജഡസ്വഭാവം മറവിപ്പിക്കണം. മോട്ടിഫൈ ദ വർക്ക്സ് ഓഫ് ദ ബോഡി. 2, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം ലഭിക്കുവോളം. ദൈവത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകും. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ അധികാലങ്ങളിൽ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാപിച്ചില്ല. എന്നാൽ ഞാൻ ജോലി സംബന്ധമായി വെളിയിലായിരുന്നപ്പോൾ ഒരു സന്ദർഭത്തിൽ ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കുവാനായിട്ടുള്ള താല്പര്യം പലർക്കുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതിനായിട്ട് ഒരുങ്ങി ഞാൻ വേറെ ചിലരെയും കൂടെ കൂട്ടി, താല്പര്യങ്ങളുടെ കൂട്ടി ഒന്നിച്ചൊരിടത്ത്, വിദേശത്തൊരിടത്തായിരുന്നപ്പോൾ വീട്ടിലിരുന്ന് അതിനായി പ്രാർത്ഥിച്ചപ്പോൾ, ഞങ്ങൾ ഇരുന്ന സന്ദർഭത്തിൽ ആദ്യ പ്രാർത്ഥനയിൽ തന്നെ പരിശുദ്ധാത്മാവിനോട് ഇടപെടുകയും എനിക്കൊരു മറുഭാഷ, ഒരു അന്യഭാഷ, ഞാൻ സംസാരിച്ചിട്ടില്ലാത്ത ഒരു ഭാഷ എനിക്ക് നൽകി. ആ ഭാഷ ഇപ്പോഴും ദീർഘവർഷങ്ങൾ, ഡിക്കേഡ്സുകൾ കഴിഞ്ഞിട്ടും ആ ഭാഷ എനിക്ക് ഉണ്ട്. ആ ഒരു ഭാഷ, അതിപ്പോൾ ആ ഒരു ഭാഷ തന്നെയല്ല, ഒത്തിരി ഭാഷ, പല ഭാഷകളിൽ, അന്യഭാഷകളിൽ സംസാരിക്കുവാൻ പിന്നീട് അത് തുടക്കമായിരുന്നു. ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, John 14:26, gives advice and reminds the things you have fought. നമുക്ക് ഉപദേശം തരികയും മറന്നുപോയ കാര്യങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എഫീഷ്യൻസ് 5:19, സഭയിൽ സൗരന്മാരാകുവാൻ നമ്മളെ സഹായിക്കുന്നു. സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും ആയി തമ്മിൽ ആത്മാവിൽ സംസാരിക്കുവാനും ആത്മാവിൽ പ്രാർത്ഥിക്കുവാനും എല്ലാം നമുക്ക് പ്രേരണ നൽകും, പ്രചോദനം നൽകും. വെളിയിലും അസാധാരണ പ്രവൃത്തികൾ ചെയ്യും. അതിനായി നമ്മെ ഒരുക്കുന്നു. ആക്ട്സ് 19:12, ദുരാത്മാക്കളുടെ മേൽ അധികാരം, സുവിശേഷം, പരസ്യങ്ങൾ നടത്തുവാൻ,
ആളാം പ്രതി വേല ചെയ്യുവാൻ, കയറിയിറങ്ങിയ ആത്മാ ജനത്തോട് സംസാരിക്കുവാൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദിയിലും യെരുസലേമിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൻ്റെ ശരിയായ അഭിഷേകത്തിൽ സുവിശേഷീകരണത്തിനുള്ള വലിയൊരു താല്പര്യം ഉണ്ടാകുന്നു. ഹോളി സ്പിരിറ്റ് വഴി പറഞ്ഞു തരുന്നു, വഹിച്ചു കൊണ്ടുപോകുന്നു. നമ്മെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു 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 വാഹനമായിട്ട് പോലും ഇത് പ്രവർത്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8:26-27 വാക്യങ്ങളിൽ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോകുന്നു. ഫിലിപ്പോസിനെ ഒരു ദിക്കിലേക്ക് കന്നക്കയോടുള്ള ബന്ധത്തിൽ അവനോട് സുവിശേഷം പറയുവാൻ ഒരു ദിക്കിലേക്ക് സഞ്ചരിക്കുന്ന സ്ഥലത്തേക്ക് നടത്തിക്കൊണ്ടു പോകുന്നു. അത് കഴിഞ്ഞ് അവനെ സ്നാനത്തിലേക്ക് നടത്തുന്നു. സുവിശേഷം പറഞ്ഞ് അവന് സ്നാനപ്പെടുന്നു. അത് കഴിഞ്ഞപ്പോൾ അവനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് മടക്കി അനുഭവ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുപോകും. 28 വാക്യം 28 തുടങ്ങി 35 വരെ, 36 തുടങ്ങി 40 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 8 നമുക്ക് ആ കാര്യങ്ങൾ കാണുവാൻ കഴിയും. കൃപാവരങ്ങൾ നൽകുന്നു. 1 കൊരിന്ത്യർ 14:18 വ്യക്തികൾക്ക് ആത്മീക വർധന വരുത്തുന്നു, ഒരു പുതിയ സന്തോഷം നൽകുന്നു, വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, കർത്താവിൻ്റെ വരവെങ്കിൽ ഉയരത്തിലേക്ക് എടുക്കപ്പെടുവാൻ അത്യന്താപേക്ഷിതമാണ് ആത്മാവിൻ്റെ അഭിഷേകം. റോമർ 8:11 ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അവിടെ കാണുന്നത് ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനായ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനായ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മറിച്ച ശരീരങ്ങളെയും കാഹളധ്വനിയെങ്കിലും ഉയർപ്പിക്കും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും നിങ്ങൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും എന്നുള്ള വാക്യം ഇതിനുപോൽ ബലക്കമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരെങ്കിലും എടുക്കപ്പെടുവാൻ, മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുവാനും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുവാനും പരിശുദ്ധാത്മ സ്നാനം ആവശ്യമാണ്. അത് കാത്തിരുന്ന് നാം പ്രാപിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തിനായി നമ്മെ സഹായിക്കട്ടെ.